നമ്മളുടെ പണപ്പെട്ടിയുടെ അടിയിലെത്തുന്നത് വരെ 9 തവളകളെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ 9 തവളകൾ ഇങ്ങനെ പൈസയും കൊണ്ട് നമ്മുടെ പണപ്പെട്ടിക്ക് ഉള്ളിലേക്ക് വരുന്നതായിട്ടാണ് ആ ഒരു സങ്കല്പം. നമുക്ക് ശരിക്കും വെൽത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിത്തരും. ഇതിൻ്റെ ചുണ്ടിലിരിക്കുന്ന കോയിൻസ് ഒരു കാരണവശാലും നിങ്ങളത് ഇതിൽ ഒട്ടിച്ച് കളയരുത്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. അപ്പം സാമ്പത്തിക പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഫെങ്ഷുയിൽ ഒരുപാട് ടൂളുകൾ വയ്ക്കുന്നുണ്ട്. ഒരുപാട് ടൂളുകൾ വയ്ക്കുന്നുണ്ട്. അതിൽ വളരെ അധികം പ്രയോജനകരമായിട്ടുള്ള ഒരു ടൂളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു മുക്കാലി തവളയാണ്. ഇതിന് 3 കാലുകളാണ്. ഇതൊന്ന്, ഇത് 2. ഇവിടുത്തെ ഈ 2 കാലുകളും കൂടെ ലോപിച്ച് ഒറ്റക്കാലോ അല്ലെങ്കിൽ വാലോ പോലെ ആയിട്ട് ഒറ്റ വരുത്. അങ്ങനെ 3 കാലുകളാണ്. ഇത് ഒരു ഇൻഗോട്ടാണ്. ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കട്ടിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ചൈനീസ് നാണയങ്ങളാണ്. അപ്പോൾ ഈ സമ്പത്തിൻ്റെ മുകളിൽ ഈ തവള ഇരിക്കുന്നതായിട്ടാണ്. ഇതിൻ്റെ കണ്ണുകൾ നല്ല ചുമപ്പ് കണ്ണുകളാണ്. ഇതിൻ്റെ മുതുകത്ത് 7 സപ്തർഷികളെ സൂചിപ്പിക്കുന്ന 7 സ്റ്റോൺസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വായിൽ ഒരു രാജ്യവംശത്തിൻ്റെ ചൈനീസ് കോയിൻ ഇതിൻ്റെ ചുണ്ടിൽ കടിച്ച് പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നതായിട്ടാണ്. ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടാതെ വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കണ്ടാലും ദോഷമൊന്നുമില്ല, എന്നാലും ഇതിനെപ്പോഴും ഒളിഞ്ഞിരിക്കാനാണ് കൂടുതലായിട്ട് അത് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് മറ്റുള്ളവരുടെ ഇതിൽ പെടാതെ ഇപ്പം ചിലർ ചോദിക്കാൻ മറച്ചു വയ്ക്കാൻ പറ്റുമോ, അതുകൊണ്ട് അത് കാണണ്ടേ, അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളുടെ സെറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലോട്ട് ഇതൊന്ന് മറച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ട് വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിൽ കയറിയിട്ട് തറയിൽ വീടിനകത്തോട്ട് നോക്കിയാണ് ഇത് വെക്കേണ്ടത്. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ വെക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ? ഒന്നിൽ കൂടുതൽ വെക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. വേണമെങ്കിൽ നമുക്ക് 9 തവളകൾ വരെ വെക്കാം. ഈ 9 തവളകളാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു രീതിയുണ്ട്. അതായത് പ്രധാന ഡോറിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി ഒരു ഫസ്റ്റ് ഫ്രോഗ് വെക്കാം. അതിൻ്റെ ചുണ്ടിൽ കോയിൻസുമായിട്ട് ആരും കാണാത്ത രീതിയിൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. അവിടെ നിന്നും ഒരെണ്ണം മാറി അല്പം കൂടെ മുന്നോട്ട് വെച്ച് അങ്ങനെ ഓരോന്നും വെച്ച് നമ്മളുടെ പണപ്പെട്ടിയുടെ അടിയിലെത്തുന്നത് വരെ 9 തവളകളെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ 9 തവളകൾ ഇങ്ങനെ പൈസയും കൊണ്ട് നമ്മുടെ പണപ്പെട്ടിക്ക് ഉള്ളിലേക്ക് വരുന്നതായിട്ടാണ് ആ ഒരു സങ്കല്പം. നമുക്ക് ശരിക്കും വെൽത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 9 തവള വെക്കണോ, അതിനുള്ള സാമ്പത്തികം നമുക്കില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 തവള വെക്കണമെന്ന് നിർബന്ധമില്ല. 9 തവള വെക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഹൈഡ് ചെയ്ത് അലമാരയുടെ അടിയിൽ വരെ എത്തുന്ന രീതിയിൽ 9 ഫ്രോഗുകളെ വെക്കാം. അതല്ലെങ്കിൽ ഒറ്റ ഫ്രോഗിനെ നിങ്ങൾ വെച്ചിട്ട് വീട്ടിന് ഉള്ളിലോട്ട് നോക്കി വെക്കാം. പുറത്തോട്ട് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള സമ്പത്ത് പുറത്തോട്ട് പോകും. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പ്രധാന വാതിലിലോട്ട് തവള നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, ഭയങ്കര പൈസ ചിലവാണ് സാർ, എത്ര വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല, ചിലവായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളത്. എപ്പോഴും ഫ്രോഗിനെ വെക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലായിരിക്കും വെക്കേണ്ടത്. പുറത്തോട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും പൈസ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ 9 എണ്ണം ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ 2 3 എണ്ണം ഉള്ളെങ്കിലും അത് നിങ്ങൾക്ക് ഇതുപോലെ മറച്ച് വെക്കാവുന്നതാണ്. ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തോട്ട് നോക്കുന്ന രീതിയിൽ ഫ്രോഗിനെ വെക്കാൻ പാടില്ല. ഇത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിത്തരും. ഇതിൻ്റെ ചുണ്ടിലിരിക്കുന്ന കോയിൻസ് ഒരു കാരണവശാലും നിങ്ങളത് ഇതിൽ ഒട്ടിച്ച് കളയരുത്. അത് കണക്ക് തന്നെ ചിലൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കി വെക്കണമെന്ന് നമ്മൾ TV പ്രോഗ്രാമിൽ കേട്ടു. അവിടെ ഒരു തവളയെ വാങ്ങിച്ച് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് അവിടെ വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു തവളയ്ക്ക് ചാടുന്നതിന് ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്രത്തോളം മുകളിലോട്ട് അത് ചാടൂല. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും തറയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഗുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഇന്ന് ഒരു വീട്, അത് എങ്ങോട്ട് ദർശനമുള്ള വീടാവട്ടെ, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ എന്ത് ദർശനമുള്ള വീടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിധിക്കലുള്ള വീടോ ആയിക്കോട്ടെ, ആ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഒരു സൗഭാഗ്യം നിറയ്ക്കാനും ഒരു സാമ്പത്തികമായിട്ട് പുരോഗതി കിട്ടാനും ഒക്കെയുള്ള ഏറ്റവും ഫുങ്ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലാഫിംഗ് ബുദ്ധയാണ്. ഈ ലാഫിംഗ് ബുദ്ധ ഇന്ന് കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഒരുമാതിരിപ്പെട്ട മിക്ക വീടുകളിലും ഇന്നൊരു ലാഫിംഗ് ബുദ്ധ ഉണ്ട്. ആ ലാഫിംഗ് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് പലതായിരിക്കും. ചിലപ്പോൾ ഏറ്റവും ചെറുതായിരിക്കും,
ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും, ഏതൊരു വീട്ടിലും ഇന്നൊരു ലാഫിംഗ് ബുദ്ധ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പം ഒരു 100 വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 90 വീട്ടിലും ഒരു ലാഫിംഗ് ബുദ്ധ ഉണ്ട്. ലാഫിംഗ് ബുദ്ധ ഇല്ലാത്തൊരു വീടില്ല. അപ്പോൾ ഈ ലാഫിംഗ് ബുദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും തരുമെന്നുള്ളതാണ് ഫുങ്ഷുയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചൈനയിൽ ജീവിച്ചിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഓരോ ദിവസവും യാത്രയിലാണ്. യാത്ര ചെയ്തിട്ട് വൈകിട്ടാകുമ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ഇദ്ദേഹത്തെ ആ വീട്ടുകാർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇദ്ദേഹം ചെല്ലുന്ന നിമിഷം മുതൽ ആ വീട് സമ്പന്നതയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ദുഃഖങ്ങളില്ലെന്നുള്ളതാണ് പറയുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നതാണ്. ഇദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന് ചിതയ്ക്ക് വെച്ചിട്ട് അത് തീ കൊളുത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്ക് പടക്കങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. ഇങ്ങനൊരു കഥ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പടക്കങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിതയ്ക്ക് തീ കൊളുത്തി ഇത് കത്തുമ്പോഴത്തേക്കും പടക്കം പൊട്ടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ചിരി മറ്റുള്ളവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബുദ്ധൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധൻ അവിടെ ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രൂപം അവരുണ്ടാക്കി അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളായിട്ടുള്ള ചൈനീസ് നാണയങ്ങൾ, റൂയി, ഉലു, പിന്നെ മാല, അങ്ങനെ ഒത്തിരി സിമ്പിൾസുകൾ, ഈ പണച്ചാക്ക് ഒത്തിരി സിമ്പിൾസുകളും കൂടെ ഇതിനോട് ആഡ് ചെയ്തു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സാധനം വെക്കുമ്പം അതിൽ നിന്നിട്ട് ഒരു എനർജി പുറത്തോട്ട് വരും. അപ്പോൾ ആ ഒരു എനർജി ആ വീട്ടിൽ മൊത്തം നിറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധൻ്റെതാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി വീട് മൊത്തം വ്യാപിക്കും. അതുപോലെ ഇതിലിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അതും വീട് മൊത്തം വ്യാപിക്കും. അപ്പോൾ ഇത് ചെറുതാകും തോറും അതിൻ്റെ ഒരു എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും, വലുതാകും തോറും അതിൻ്റെ ഒരു എനർജി ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാഫിംഗ് ബുദ്ധ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിരിക്കണം. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ലാഫിംഗ് ബുദ്ധയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് നോക്കി വയ്ക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു ബുദ്ധ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നതായിട്ടുള്ളൊരു ഫീലാണ് ഉണ്ടാകുന്നത്. ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബുദ്ധയ്ക്ക് കഴിയും. നിങ്ങൾ ഫെങ്ഷുയുടെ ഒരു ടൂളുകളും വാങ്ങിക്കുന്നില്ല, അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫെങ്ഷുയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഫെങ്ഷുയുടെ ടൂളുകൾ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വാങ്ങിക്കേണ്ട 2 സാധനങ്ങൾ, ഒന്ന് ഈ ലാഫിംഗ് ബുദ്ധയും ഒന്ന് ഈ പറയുന്ന മുക്കാലി തവളയുമാണ്. ഇത് ലാഫിംഗ് ബുദ്ധയുടെ മോഡൽ ഏതാണെന്ന് നോക്കിയിട്ടാണ് വെക്കുന്നത്. ഫോഗിന് ഏത് മോഡലായാലും ശരി തന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കി തറയിൽ വെക്കാം. മറ്റുള്ളവർ കാണാതെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കണ്ടാലും ദോഷമൊന്നുമില്ല.